ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, കോർഡിലേറ്ററൽസ് എന്ന ചാപ്റ്ററിലെ മിഡ് പോയിന്റ് തിയറം വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുത്താലോ? യെസ്, നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രയാങ്കിൾ, ഏതോ ഒരു ട്രയാങ്കിൾ, ഞാൻ ജനറലി ഒരു ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ, ഓക്കെ. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ 3 എന്ന് എടുത്തു, ഇത് ഞാൻ 4 എന്ന് എടുത്തു, ഇത് 5, ഈ സൈഡ് 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റ് 3 എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ്, ആ ഒരു പോയിന്റ് മിഡ് പോയിന്റ് ആണ്, അതിൻ്റെ മിഡിലുള്ള പോയിന്റ് ആണ്. ആൻഡ് 4 എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് 3 എന്ന സൈഡിൻ്റെ 3 സെൻറ്റിമീറ്റർ, എല്ലാം സെൻറ്റിമീറ്റർ ആണേ, സെൻറ്റിമീറ്റർ ഓർഡർ, യൂണിറ്റ് സെൻറ്റിമീറ്റർ മീറ്റർ അതൊന്നും ഒരു വിഷയമല്ല. സോ അതിൻ്റെ 3 എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ആ പോയിന്റ്, അതേപോലെ 4 എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ആ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ്. സോ അങ്ങനെയാണെങ്കിൽ ആ 2 പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് ഞാനൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, 2 പോയിന്റ്സ് കൂടെ കണക്ട് ചെയ്തിട്ട് ഞാനൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ലൈൻ വരൂ, യെസ്, അങ്ങനെ ഒരു ലൈൻ ഞാൻ അവിടെ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനും ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ്, അതായത് ഈ സൈഡ്, ആ ലൈനും ഈ സൈഡും പാരലൽ ആയിരിക്കും, മ്യൂച്വലി പാരലൽ ആയിരിക്കും, അഥവാ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഏത് 2 പോയിന്റ്സ് എടുത്താലും പാരലായിട്ട് നമ്മളെ റെയിൽവേ ട്രാക്കൊക്കെ പോകുന്ന പോലെ എങ്ങനെ പോകും? റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നുള്ളതാണ് വെച്ചാൽ പറയണ്ട, ക്രോസ് ചെയ്യാത്ത റെയിൽവേ ട്രാക്ക് ഉണ്ടോ? ഓക്കെ, സോ എന്തായിരിക്കും? ഈ ലൈനും പാരലായിരിക്കും. ഇതാണ് മിഡ് പോയിന്റ് തിയറത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കി നോക്കൂ. The line segment joining midpoints of 2 sides of a triangle is parallel to the third side. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. വേണ്ട, അടുത്ത പേജിൽ വരയ്ക്കാം. യെസ്, ശ്രദ്ധിക്കാം മക്കളെ. ഈ ഒരു സൈഡിന്റെ ടോട്ടൽ ലെങ്ത് 6 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, താഴത്തത് 5. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഈ ഒരു 6 സെൻറ്റിമീറ്റർ വരുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ്, അപ്പോൾ മിഡ് പോയിന്റ് ആണ്. ഇത് എത്ര ഉണ്ടാവും? ഇത് 3 ഉണ്ടാവും, ഇതും 3 ഉണ്ടാവും അല്ലേ? ആ മിഡ് പോയിന്റിൽ നിന്ന്, അതായത് ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഞാൻ മറ്റൊരു സൈഡിന് പാരലായിട്ട്, അതായത് ഈ സൈഡ് 5 സെൻറ്റിമീറ്റർ വരുന്ന സൈഡിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. പാരലായിട്ടൊരു ലൈൻ വരച്ചാലേ, അതായത് നമ്മൾ ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റ് നിന്ന് വേറൊരു സൈഡിന്, അതായത് ഇവിടെ ഇപ്പോൾ ഏത് സൈഡിന് എടുത്തത്? ഈ സൈഡിന് പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ അത് പോയിട്ട് മൂന്നാമത്തെ സൈഡിനെ പോയി കട്ട് ചെയ്യല്ലോ. ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും എന്നറിയോ? ആ സൈഡിൻ്റെ മിഡിൽ പോയിന്റ് ആയിരിക്കും. അതായത് 2 ആക്കിയിട്ട് ബൈസെക്ട് ചെയ്യും ആ സൈഡിനെ. അതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ നോക്കി നോക്കൂ. ദ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ് ബൈസെക്ട്സ് ദ തേർഡ് സൈഡ്. അതായത് നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റ് കൂടെ വരച്ച് തുടങ്ങുന്ന ലൈൻ എങ്ങനെയായിരിക്കണം? ആ ലൈൻ പോകുന്നത് മറ്റൊരു സൈഡിന് പാരലായിട്ട് പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു ലൈൻ പോയിട്ട് മൂന്നാമത്തെ സൈഡിനെ ബൈസെക്ട് ചെയ്യും. ടോട്ടൽ 4 ആണ്, 2 ആക്കി കട്ട് ചെയ്യും. ടോട്ടൽ 6 ആണ്, 3 ആക്കി കട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. ഇതാണ് 2 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. എൻ്റെ അതിൻ്റെ കൂടെ നിങ്ങളൊരു എക്സ്ട്രാ ഒരു ചെറിയ കാര്യം കൂടെ ഓർമ്മിച്ച് അങ്ങോട്ട് വെക്കുക. ഇത് 5 ആണെങ്കിൽ ശ്രദ്ധിക്കാം, ഇത് 5 ആണ്, 2 മിഡ് പോയിന്റ്സ് കൂടിയാണ് ആ ലൈൻ പാരലൽ ലൈൻ പോകുന്നതെങ്കിൽ 5ന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ലൈനിൻ്റെ ലെങ്ത്. അത്രയാ? ഈ ലൈനിൻ്റെ ലെങ്ത് വരയ്ക്കുന്നപ്പം 2.5 ആയിരിക്കും. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ സെറ്റായി. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മക്കളെ. അതുവരെയും ബൈ.